പി.വി. അൻവർ രാജിവെച്ച് ഒഴിഞ്ഞ നിലമ്പൂർ മണ്ഡലത്തിൽ അല്ലെങ്കിൽ പി.വി. അൻവർ കുടിയിറക്കപ്പെട്ട നിലമ്പൂർ മണ്ഡലത്തിൽ ജൂണിൽ വിധിയെഴുത്ത് നടക്കും. ജൂണിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കാരണം ഇനി രണ്ടാം പിണറായി സർക്കാരിന് 17 മാസങ്ങൾ കൂടിയാണ് കാലാവധി. ഒരു MLA രാജിവെച്ച് കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ ആ മണ്ഡലത്തിലേക്ക് ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കണം എന്നതാണ് തെരഞ്ഞെടുപ്പ് ചട്ടം. അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ ജൂലൈ മാസത്തിന് മുമ്പ് തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് ഏകദേശ ധാരണയായി. ഇനി അവിടെ ആര് മത്സരിക്കും? കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പി.വി. അൻവറിൻ്റെ അഭിപ്രായത്തിൽ മലപ്പുറം DCC പ്രസിഡന്റായ VS ജോയിയാണ് എന്തുകൊണ്ടും യോഗ്യൻ. ഇത് കോൺഗ്രസ് പാളയത്തിൽ ആശങ്കയൊക്കെ പടർത്തിയിരുന്നുവെങ്കിലും ആര്യാടൻ ഷൗക്കത്തിന്, അതായത് ആര്യാടൻ മുഹമ്മദിൻ്റെ കുടുംബ സ്വത്ത് പോലെയായിരുന്നു നിലമ്പൂർ മണ്ഡലം. ആര്യാടൻ മുഹമ്മദിൻ്റെ മരണശേഷം ആര്യാടൻ ഷൗക്കത്തിന് ആ മണ്ഡലത്തിൽ താല്പര്യമുണ്ടായിരുന്നു. അദ്ദേഹവും അവിടെ നഗരസഭയുടെ അധ്യക്ഷനൊക്കെ ആയിരുന്ന വ്യക്തിയാണ്. ആര്യാടൻ ഷൗക്കത്തിന് നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു താല്പര്യമുണ്ടായിരുന്നു. തൻ്റെ പാരമ്പര്യ സ്വത്ത് പോലെ തനിക്ക് കിട്ടുമെന്നായിരുന്നു അദ്ദേഹം കരുതി. ഇപ്പോൾ പുതുപ്പള്ളി ഉമ്മൻചാണ്ടിക്ക് ശേഷം ചാണ്ടി ഉമ്മന് ലഭിച്ചതുപോലെ ഇദ്ദേഹത്തിന് ഈ നിലമ്പൂർ മണ്ഡലം ലഭിക്കുമെന്നായിരുന്നു ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രതീക്ഷ. എന്നാൽ ആര്യാടൻ ഷൗക്കത്തിനെ പി.വി. അൻവർ അവിടെ തോൽപ്പിക്കുകയും പി.വി. അൻവർ അവിടെ ആധിപത്യം പുലർത്തുകയും ചെയ്തു. അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിന് അങ്ങനെ പെട്ടെന്ന് നിലമ്പൂർ മണ്ഡലം കൊടുക്കാൻ കോൺഗ്രസിനും താല്പര്യമില്ല. കാരണം എന്താണ്? ആര്യാടൻ മുഹമ്മദിൻ്റെ മരണശേഷം ആര്യാടൻ ഷൗക്കത്തിനെ ഒതുക്കുക എന്നത് കോൺഗ്രസ്സുകാരുടെയും ഒരു അജണ്ടയായിരുന്നു. അതുകൊണ്ടാണ് VS ജോയി, പി.വി. അൻവർ ഇക്കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെതിരെ പരിഹാസവാക്കുകൾ ഉന്നയിക്കുമ്പോൾ കോൺഗ്രസിൽ നിന്ന് ഒരു നേതാവും അതിനെ എതിർത്ത് ഒന്നും പറയാത്തത്. അതുകൊണ്ട് കോൺഗ്രസിൽ തന്നെ ആര് സ്ഥാനാർത്ഥിയാകും എന്ന ഒരു വലിയ വെല്ലുവിളിയുണ്ട്. അതുമാത്രമല്ല, ഇനി CPM കോൺഗ്രസിൻ്റെ കാര്യം ഈ സ്ഥാനാർത്ഥി നിർണയത്തിലെ വെല്ലുവിളിയാണ്. ആര്യാടൻ ഷൗക്കത്തിന് കൊടുക്കുമോ, അതോ VS ജോയിക്ക് കൊടുക്കുമോ, അതോ ഇനി പി.വി. അൻവറിനെ നിർത്തി തന്നെ അവിടെ ഇടതുമുന്നണിയെ വെല്ലുവിളിക്കണോ എന്ന തീരുമാനം എടുക്കാനാകാത്ത ഒരു ആശങ്കയിലാണ് കോൺഗ്രസ്. പി.വി. അൻവർ പറയുന്നത് താൻ ഇനി അവിടെ മത്സരിക്കില്ല, നിലമ്പൂരിൽ മത്സരിക്കില്ല, താൻ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യക്തിയാണ്, ഞാൻ അവിടെ മത്സരിക്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നിലമ്പൂരിനോടും അദ്ദേഹത്തിൻ്റെ തറവാടിനോടൊക്കെ ഒരു ഇഷ്ടമുള്ളത് കൊണ്ട് UDF പറയുകയാണെങ്കിൽ നിങ്ങൾ മത്സരിക്കൂ, നിങ്ങൾ തന്നെ മത്സരിക്കൂ എന്ന് പറയുകയാണെങ്കിൽ പി.വി. അൻവർ ഒരു കൈകൂടി നോക്കും. അങ്ങനെയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ കൂടെയുള്ള കോൺഗ്രസ്സുകാർ ചരട് വലിക്കുകയും പി.വി. അൻവർ 8 നിലയിൽ പൊട്ടുകയും ചെയ്യും. അതിന് യാതൊരു തർക്കവുമില്ല. പി.വി. അൻവറിന് ഇക്കാര്യം കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഞാനവിടെ മത്സരിക്കില്ല എന്ന്. പകരം ബേപ്പൂരോ പട്ടാമ്പിയോ അല്ലെങ്കിൽ തവനൂരോ ആണ് പി.വി. അൻവർ ലക്ഷ്യമാക്കുന്ന മണ്ഡലം. ബേപ്പൂരിൽ നിർത്തുകയാണ് കോൺഗ്രസിനും കുറച്ചുകൂടി താല്പര്യമെന്നാണ് കോൺഗ്രസ് ക്യാമ്പുകൾ പറയുന്നത്. ഇനി CPMന് നോക്കാം. CPMൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കാൻ പോവുകയാണ്. ജില്ലാ സമ്മേളനങ്ങൾ പുരോഗമിക്കുകയാണ്. അതുമാത്രമല്ല, അടുത്ത ഒക്ടോബറിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പാർട്ടി തുടങ്ങിക്കഴിഞ്ഞു. എല്ലാ പാർട്ടികളും തുടങ്ങിക്കഴിഞ്ഞു, ഇവരും തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇതിനിടയിലാണ് പെട്ടെന്ന് ഇടുത്തി പോലെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരുന്നത്. കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്ന 4 ഉപതെരഞ്ഞെടുപ്പുകളിലും ഇരു മുന്നണികളും ബലം പരീക്ഷിച്ചു. അവിടെ ആർക്കും ബല കൂടുതലോ ബല കുറവോ അല്ല, സിറ്റിംഗ് സീറ്റുകൾ അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞു. ഇടതുമുന്നണിക്ക് കുറച്ചുകൂടി ആശ്വാസം, പാലക്കാട് വോട്ടിംഗ് പെർസെൻറ്റേജ് കൂട്ടി, അതുപോലെ ചേലക്കരയിലും വോട്ടിംഗ് പെർസെൻറ്റേജ് കൂട്ടി എന്നൊരു അഭിമാനം CPMന് ഉണ്ടെങ്കിലും ഈ പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും BJP 2ാം സ്ഥാനത്ത് കയറിയതിൽ ഒരു മനോവിഷമം CPMനുണ്ട്. ആ ഘട്ടത്തിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. നിലമ്പൂരിൽ ഒരു സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ ആരെ നിർത്തും? സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരാളാണെങ്കിൽ M സ്വരാജനാണ് നറുക്ക് വീഴുക എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. M സ്വരാജനാകാം ചിലപ്പോൾ ആ നിയോഗം ലഭിക്കുക. അല്ലെങ്കിൽ ഒരു ഇടത് സ്വതന്ത്രനെ തന്നെ നിർത്തി പരീക്ഷണത്തിന് മുതിരും. ഏതായാലും നിലമ്പൂരിൽ ഈ LDF വീഴുകയാണെങ്കിൽ അത് UDFന് വലിയ രാഷ്ട്രീയ നേട്ടമാകും. കാരണം ഇതൊരു സെമി ഫൈനലോ അല്ലെങ്കിൽ ക്വാർട്ടർ ഫൈനലോ പോലെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ്. തൊട്ടടുത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇടതുമുന്നണി നിലമ്പൂരിൽ പരാജയപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അടുത്ത് വരുന്ന ഒക്ടോബറിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ആകെ അവതാളത്തിലാകും. കാരണം ഈ നിലമ്പൂരിലെ തോൽവി മുഴുവൻ ആഘോഷമാക്കി ആവേശത്തോടു കൂടി UDF ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും വിജയം കൊയ്യുകയും ചെയ്യും. ഒപ്പം BJPയും ഒരുപക്ഷെയെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ അധികാരം പിടിച്ചെടുക്കും എന്നതിന് യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഇടതുമുന്നണിക്ക് ഒരു അഭിമാന പോരാട്ടമാണ് നിലമ്പൂർ. BJPക്ക് അത്ര വേരോട്ടമുള്ള മണ്ണല്ല നിലമ്പൂരെങ്കിലും BJPയും ഒരു കൈ നോക്കാൻ നിൽക്കും. കുറച്ച് വോട്ടുകൾ അവർക്കുമുണ്ടല്ലോ, ആ വോട്ടുകൾ സ്വന്തമാക്കുക, വോട്ടിംഗ് പെർസെൻറ്റേജ് കൂട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി നിലമ്പൂരിൽ BJPയും അംഗത്തിന് ഇറങ്ങും, അംഗത്തിന് പുറപ്പെടും എന്നതിൽ ഒരു തർക്കവുമില്ല. ചുരുക്കി പറഞ്ഞാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ ബലാബലം നിശ്ചയിക്കുന്ന ശരിക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പായിരിക്കും. കഴിഞ്ഞ 4 ഉപതെരഞ്ഞെടുപ്പുകളിൽ നടന്നതിനേക്കാൾ
വളരെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടവും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് മൂന്ന് മുന്നണികളുണ്ടെങ്കിലും ഇടതു മുന്നണിക്കും വലതു മുന്നണിക്കും ഇത് പ്രത്യക്ഷത്തിൽ ഒരു അഗ്നി പരീക്ഷണം തന്നെയായിരിക്കും. കാതറിക്കാട് ഫേവറേറ്റ് പാല്. കൊഴുപ്പ് കുറഞ്ഞത് കത്രിന ചേച്ചിക്ക്, കൊഴുപ്പുള്ളത് കിങ്ങിണിക്ക്, ജിമ്മൻ ജോണിക്ക് സ്പെഷ്യൽ പാല്. ഹലോ, ഇന്നോട്ട് ഞങ്ങൾക്കും കൂടെ മിൽമ. അല്ല, മിൽമ പാല് പലതരത്തിലുണ്ടല്ലോ. അതിലേതാ? ഞങ്ങൾക്ക് നീലപ്പാക്കറ്റ്. ഓ, അപ്പൊ നിങ്ങൾക്ക് ചായക്കുള്ള പാൽ പ്രൈം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് 5 വേരിയന്റുകളിൽ മിൽമ ഇപ്പോ പുതിയ പാക്കിംഗ്. ടോണ്ടായാലോ? അല്ല, പാലേ. മിൽമ, കേരളം കണി കണ്ടുണരുന്ന നന്മ.